അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചെറിയൊരു പോർഷനും കൂടി പറയാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതായത് എവറി സോളിഡ്, ഏതൊരു സോളിഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ അസോസിയേറ്റ് ചെയ്തൊരു മാഗ്നറ്റിക് ക്യാരക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ സോളിഡിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, രണ്ട് ടൈപ്പ് മാഗ്നറ്റിസം നമുക്കറിയാം. ഏതാണ്? പാരാമാഗ്നറ്റിസവും ഡയാമാഗ്നറ്റിസവും. അപ്പോൾ ഇത് രണ്ട് ടൈപ്പല്ല, അതിൽ കൂടി മൂന്നെണ്ണം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. 5 ടൈപ്പ്, 5 ടൈപ്സ് ഓഫ് മാഗ്നറ്റിസം ആണുള്ളത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സോളിഡ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം. സെക്കൻഡ് വൺ ഡയാമാഗ്നറ്റിസം. Third one, ferromagnetism. Fourth one, antiferromagnetism and ferrimagnetism. Antiferro and ferrimagnetism. Fifth one, ferrimagnetism. അങ്ങനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ആൻറ്റി ഫെറോമാഗ്നറ്റിസം ആൻഡ് ഫെറിമാഗ്നറ്റിസം. ഇതിൽ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ളിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിസം ടെമ്പററി ആയിട്ട് അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എങ്ങനെയാണ് മാഗ്നറ്റിസം ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിനാണ് മാഗ്നറ്റിസം ഉണ്ടാകുന്നത്. ഇലക്ട്രോണ് ഒരു ടൈനി മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ബിഹേവ് ചെയ്യാണ്. ഇലക്ട്രോൺ ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാണ്. അതായത് ഇലക്ട്രോണിന് 2 ടൈപ്പ് മോഷൻ ഉണ്ട്. ഒന്ന്, അത് അതിന് ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഓർബിറ്റലിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർബിറ്റൽ മോഷൻ ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിന് എന്തുണ്ട്? ഓർബിറ്റൽ മോഷൻ ഉണ്ട്. മറ്റൊന്ന്, ഇലക്ട്രോൺസ് അതിൻ്റെ ഓൺ ആക്സിസിൽ ഒരു സ്പിൻ മോഷനും ഉണ്ട്. ഇലക്ട്രോണിന് അതിൻ്റെ ഓൺ ആക്സിസിൽ ഒരു സ്പിൻ മോഷനും ഉണ്ട്. അപ്പോൾ ഈ 2 മൂവ്മെൻറ്റിൽ നിന്നാണ് ഇലക്ട്രോണിന് ഒരു മാഗ്നറ്റിസം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോൺ ഒരു ടൈനി മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ബിഹേവ് ചെയ്യും. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസിലും നമുക്കറിയാം ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യും? ഒരു അസോസിയേറ്റ് ചെയ്തൊരു മാഗ്നറ്റിസം ഉണ്ടായിരിക്കും. അതിൻ്റെ വാല്യൂ തന്നെ വളരെ സ്മോൾ ആയിരിക്കും. ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് അത് മെഷർ ചെയ്യുക. ബോർ മാഗ്നറ്റോൺ. ബോർ മാഗ്നറ്റോൺ, അതിൽ തന്നെ 1 ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ബി. ദെൻ 1 മ്യൂ ബി ഈക്വൽ ടു 9.27 into 10⁻⁻24 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ് 1 മ്യൂ ബി. അതായത് ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.27 into 10⁻⁻24 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാഗ്നറ്റിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സോളിഡ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോ, ആൻറ്റി ഫെറോ ആൻഡ് ഫെറിമാഗ്നറ്റിസം. അതിൽ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ആ സബ്സ്റ്റൻസിലേക്ക് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് ഇതെന്ത് ചെയ്യും? വീക്ക്ലി അട്രാക്റ്റഡ്. അതായത് ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ നമ്മൾ എക്സ്റ്റേണൽ വെക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഇതെന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. ഇറ്റ് ഈസ് മാഗ്നറ്റൈസ്ഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്താണ്? വീക്ക്ലിയാണ് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് വീക്ക്ലിയാണ്. അതുകൊണ്ട് ആ സബ്സ്റ്റൻസിന് എന്ത് ചെയ്യും? ഒരു ടെമ്പററി മാഗ്നറ്റിസം കിട്ടും. ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? മാഗ്നറ്റിസം കാണിക്കും, പക്ഷെ അതെന്താണ്? ടെമ്പററി ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എക്സ്റ്റേണൽ ഫീൽഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യും? ലോസ് ചെയ്യും.
അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ മാത്രമേ ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുള്ളൂ, മാഗ്നറ്റിക് ക്യാരക്ടർ കാണിക്കുള്ളൂ. എന്നാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താൽ അതിൻ്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ്, ടെമ്പററി മാഗ്നറ്റിസം ആണ് കാണിക്കുന്നത്. വീക്ക്ലി അട്രാക്റ്റഡ് ആണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 1 or more അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതായത് അറ്റ്ലീസ്റ്റ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും എന്ത് വേണം, അതിൽ വേണം. കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺ നമുക്കറിയാം, മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു, √n × n+2 √n × n+2 എന്നിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. n × √n × n+2 അതിൽ n പിന്നെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, എങ്കിലേ അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ആ സബ്സ്റ്റൻസിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് പറയുന്നത് ഓക്സിജൻ, അതുപോലെ Cu2+, Fe3+, Cr3+ ഒക്കെയാണ്. അപ്പോൾ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. പിന്നെന്താണ്, അത് പെർമനന്റ് ആണ്, ടെമ്പററി ആണ്. ടെമ്പററി മാഗ്നറ്റിസം ആണ്. പിന്നെ എന്ത് ചെയ്യണം, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അതിന് എക്സാമ്പിൾസ് വരുന്നത് O2, Cu2+, Cr3+, അതുപോലെ Fe3+. ഇതൊക്കെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി എടുത്ത് നോക്കാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി സബ്സ്റ്റൻസ് വിച്ച് ആർ വീക്ക്ലി റിപ്പൾഡ് ടു ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് വീക്ക്ലി റിപ്പൾഡ് ആണ്. അതായത് അത് മാഗ്നറ്റൈസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ് ചെയ്യുക. എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് മാഗ്നറ്റൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ സീറോ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അവിടെ എന്തുണ്ടല്ല, മാഗ്നറ്റിസം 0 ആണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണ്, ക്യാൻസൽ വിത്ത് ഈച്ച് അതർ. അവിടെ ക്യാൻസൽ ചെയ്തിട്ട് സീറോ മാഗ്നറ്റിസം ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് ഇല്ല. അതാണ് ഡയാമാഗ്നറ്റിസം. ഇനി ആ സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അവിടെ എന്തില്ല, അൺപെയ്ഡ് ഇലക്ട്രോണിൽ എല്ലാ ഇലക്ട്രോൺസും എന്താണ്, പെയ്ഡ് ആണ്. അതുകൊണ്ടാണ് പെയർ ആവുന്നത് കൊണ്ടാണ് ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് അടുത്ത ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റുമായിട്ട് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പറഞ്ഞാൽ വീക്ക്ലി റിപ്പൾഡ് ടു ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. വീക്ക്ലി റിപ്പൾഡ് ആണ്. പിന്നെന്താ പറയുന്നത്, അതിൽ മാഗ്നറ്റിക് മൊമെന്റ് 0 ആണ്. സീറോ മാഗ്നറ്റിസം. മാഗ്നറ്റിക് മൊമെന്റ് 0 ആണ്. പിന്നെന്താണ്, നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആർ പെയ്ഡ്. ഇലക്ട്രോൺസ് എന്തായിരിക്കും, പെയ്ഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് വരുന്നത് NaCl, H2O, C6H6. ഇതൊക്കെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. NaCl, H2O, C6H6. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പറഞ്ഞാൽ ദർ ഈസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺ ആൻഡ് ദേ മാഗ്നറ്റൈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ദർ ഈസ് നോ മാഗ്നറ്റിസം, സീറോ മാഗ്നറ്റിക് മൊമെന്റ്. ആൻഡ് എക്സാമ്പിൾസ് NaCl, H2O, C6H6. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് വരുന്നത് ഫെറോമാഗ്നറ്റിസം. ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മളൊരു കാര്യം പറയാം. ഒരു മെറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സബ്സ്റ്റൻസിലെ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ടാണ് അത് നിൽക്കുക. അപ്പോൾ ഈ മെറ്റൽസ് ഈ രീതിയിൽ M എന്ന് പറഞ്ഞാൽ M+ ഇലക്ട്രോൺ ഇങ്ങനെയാണ്. അപ്പോൾ അതായത് മെറ്റൽ അയോൺസ് എല്ലാം സ്മോൾ ഗ്രൂപ്പായിട്ട് നിൽക്കുക. മെറ്റൽ അയോൺസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിൽക്കും. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു ടൈനി മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് നമ്മൾ ഡൊമൈൻസ് എന്ന് വിളിക്കും. ഡൊമൈൻസ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിലെ മെറ്റൽ അയോൺസ് സ്മോൾ ഗ്രൂപ്പായിട്ട് മാറുകയാണ്, അതിന് ഡൊമൈൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഡൊമൈൻസ് നമ്മളിപ്പോൾ ഇതിൽ M+ പോസിറ്റീവ് ചാർജിൽ മെറ്റൽ അയോണും ഇലക്ട്രോണും. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡയറക്ഷനിൽ അത് കിടക്കണം. ഓരിൻ്റെ അടുത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡൊമൈൻസ് ഉണ്ടായിരിക്കും. എല്ലാം പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെ
കുറേ ഡൊമൈൻസുകളായിട്ട് നമുക്കതിനെ സിംപിളി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ ഡൊമൈൻസ്. അപ്പോൾ അതിൽ ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു മാഗ്നറ്റിക് ഫീൽഡൊന്നും നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ല. അതിൻ്റെ മുന്നേ, അതായത് മാഗ്നറ്റൈസ് ചെയ്യുന്നതിന് മുന്നേ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഈ ഡൊമൈൻസ് ഒക്കെ റാൻഡംലി ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരേ ഡയറക്ഷനിലല്ല, അതെന്തായാലും റാൻഡം ആയിട്ടായിരിക്കും ഉണ്ടാവും. അതായത് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിൽ അടുത്തത് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും ആ ഡൊമൈൻസ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ചെയ്യുന്നതിന് മുൻപ്, ബിഫോർ മാഗ്നറ്റൈസേഷൻ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ സബ്സ്റ്റൻസിനുള്ളിലെ ഈ ഡൊമൈൻസ് എന്താണ്, ഡൊമൈൻസ് റാൻഡം ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി അങ്ങനെയുള്ള സബ്സ്റ്റൻസിൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ എല്ലാ ഡൊമൈൻസും യൂണി ഡയറക്ഷനിലാവും, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഓറിയൻറ്റ് ചെയ്ത് കിടക്കും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് ഫെറോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെറ്റൽ അയോൺസ് സ്മോൾ ഗ്രൂപ്പായിട്ട് മാറും, അതിനെയാണ് ഡൊമൈൻസ് എന്ന് വിളിക്കുന്നത്. ആ ഡൊമൈൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഒരേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡൊമൈൻസ് ഓറിയൻറ്റഡ് ഇൻ വൺ ഡയറക്ഷൻ, ഈ രീതിയിൽ എല്ലാ ഡൊമൈൻസും യൂണി ഡയറക്ഷനിലായിരിക്കും, ഒരേ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഓറിയൻറ്റ് ചെയ്ത് കാണാം. ഇനി നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അതിൻ്റെ മാഗ്നറ്റിസം അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പെർസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് പെർമനൻറ്റ് മാഗ്നറ്റ് ആയിട്ട് മാറും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അത് അതിൻ്റെ മാഗ്നറ്റിസം കാണിക്കും. ഇറ്റ് ഈസ് പെർമനൻറ്റ് മാഗ്നറ്റ് ആയിട്ട് അത് ബിഹേവ് ചെയ്യും. ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് അയേൺ, കൊബാൾട്ട്, നിക്കൽ. അതുകൊണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയേൺ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് വരുന്നത് അയേൺ, കൊബാൾട്ട്, നിക്കൽ, മറ്റൊന്ന് ക്രോമിയം ഡയോക്സൈഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് വരുന്നത് ആൻറ്റി ഫെറോമാഗ്നറ്റിസം. ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഈ ഡൊമൈൻസ് പാരലലും ആൻറ്റി പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യും. പാരലലും ആൻറ്റി പാരലലും, അതായത് ഒരു ഡൊമൈന് പാരലൽ ആണെങ്കിൽ മറ്റൊന്ന് ആൻറ്റി പാരലൽ, ദെൻ നെക്സ്റ്റ് പാരലൽ, ആൻറ്റി പാരലൽ, പാരലൽ, ആൻറ്റി പാരലൽ. അപ്പോൾ എന്താ ഉണ്ടാവുക, അവിടെ മാഗ്നറ്റിക് മൊമെന്റ് സീറോ, ക്യാൻസൽ വിത്ത് ഈച്ച് അതർ. ഒരു ഡൊമൈൻ്റെ മാഗ്നറ്റിസം അടുത്ത ഡൊമൈൻ്റെ മാഗ്നറ്റിസം ആയിട്ട് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യും. കാരണം എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതൊന്നും കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്, സീറോ ആയിരിക്കും. എന്നാൽ ഫെറോമാഗ്നറ്റിക്സിന്റെ കേസിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഇവിടെ കിട്ടുക. എന്നാൽ ആന്റി ഫെറോമാഗ്നറ്റിസത്തിൽ എന്താണ്, മാഗ്നറ്റിക് മൊമെന്റ് സീറോ ആയിരിക്കും. കാരണം അവിടെ ഡൊമൈൻസ് പാരലലും ആന്റി പാരലലും ആയിരിക്കും. അതിൽ എക്സാമ്പിൾസ് വരുന്നതാണ് MnO, അതുപോലെ MnO2, മാംഗനീസ് ഓക്സൈഡ്, മാംഗനീസ് ഡയോക്സൈഡ് ഒക്കെ ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ആന്റി ഫെറോമാഗ്നറ്റിസം. ലാസ്റ്റ് വൺ വരുന്നത് ഫെറി മാഗ്നറ്റിസം ആണ്. ഫെറി മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഈ ഡൊമൈൻസ് പാരലലും ആൻറ്റി പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യും, ബട്ട് ഇൻ അൺഈക്വൽ നമ്പർ. പക്ഷെ ആ നമ്പർ എന്തല്ല, ഈക്വൽ അല്ല. അതായത് വൺ ഡൊമൈൻ ഈസ് പാരലൽ, സെക്കൻഡ് വൺ ആൻറ്റി പാരലൽ, മറ്റ് തേർഡ് പാരലൽ, വീണ്ടും പാരലൽ, വീണ്ടും ആൻറ്റി പാരലൽ, ദെൻ പാരലൽ. ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, കുറച്ച് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ ഇവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യും, ഇവിടെ ക്യാൻസൽ ചെയ്യും. എന്നാൽ ഇവിടെ എന്തുണ്ട്, കുറച്ച് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ, അതായത് പാരലലും ഡൊമൈൻസ് പാരലലും ആൻറ്റി പാരലലും ആയിരിക്കും, ബട്ട് എന്താണ്, അൺഈക്വൽ നമ്പർ. അവിടെ നമ്പർ ഈക്വൽ അല്ല, ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, കുറച്ച് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ ആ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറോ മാഗ്നറ്റിനേക്കാളും എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് mu of ferry magnetism is less than mu of ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് മൊമെന്റിനേക്കാളും കുറവായിരിക്കും ഫെറി മാഗ്നറ്റിസം. കാരണം എന്താണ്, അവിടെ വളരെ കുറച്ച് മാഗ്നറ്റിക് മൊമെന്റേ ഉള്ളൂ. അതിന് എക്സാമ്പിൾസ് വരുന്നതാണ് Fe3O4, അതുപോലെ MgFe2O3, ZnFe2O3. അതൊക്കെ ഫെറി മാഗ്നറ്റിസത്തിന് വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ
ഇതിൻ്റെ ഈ റെപ്രസെൻറ്റേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ റെപ്രസെൻറ്റേഷൻ ഫെറോമാഗ്നറ്റിസം ആണെങ്കിൽ ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക, എല്ലാ ഡൊമൈൻസും ഒരേ ഡയറക്ഷനിൽ കാണിക്കുക. ആൻറ്റി ഫെറോമാഗ്നറ്റിസം ആണെങ്കിൽ പാരലലും ആൻറ്റി പാരലലും പക്ഷേ നമ്പർ ഈക്വൽ ആയിരിക്കണം. ഫെറി മാഗ്നറ്റിസം ആണെങ്കിൽ പാരലലും ആൻറ്റി പാരലലും പക്ഷേ എന്തായിരിക്കണം, നമ്പർ അൺഈക്വൽ ആയിരിക്കണം. അതിന് എക്സാമ്പിൾസും. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ആ ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളതൊന്ന് ഓർത്ത് നോക്കാം. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചത് ഈ ചാപ്റ്ററിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ്, ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും. പിന്നീട് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിന് തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. 4 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അതിനൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു. ദെൻ അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, എന്താണ് യൂണിറ്റ് സെല്ല്, പിന്നെ 7 ക്രിസ്റ്റൽ സിസ്റ്റം എന്താണെന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലോസ് പാക്കിംഗ് ആണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു ക്ലോസ് പാക്കിങ്. അത് 3 ലെവലിലാണ്. ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ ചെയ്യണം, ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ ചെയ്യണം. 2 ഡയമെൻഷനിൽ ചെയ്യുമ്പോൾ തന്നെ 2 ടൈപ്പ് ലെയർ കിട്ടും. ദെൻ 3 ഡയമെൻഷനിൽ ചെയ്യുമ്പോഴും 2 രീതിയിലുള്ള സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് കിട്ടുന്നത് ഒരു 3Dയും മറ്റൊന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് 2 3 ഡയമെൻഷനിൽ കിട്ടും. CCP സ്ട്രക്ചറും അതുപോലെ HCP സ്ട്രക്ചറും. പിന്നീട് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി പഠിച്ചു. ഡിഫറെൻറ്റ് യൂണിറ്റ് സെല്ലിലെ പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് പഠിച്ചു. അതുപോലെ യൂണിറ്റ് സെല്ലിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഒരു ഫോർമുല ഓഫ് കോമ്പൗണ്ട് നമ്പർ ഓഫ് വോയിഡ്സും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് പഠിച്ചു. പിന്നെ അത് പഠിച്ചത് ഡെൻസിറ്റി, യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ദെൻ പിന്നെ വന്നത് ഇംപെർഫെക്ഷൻസ് ഓഫ് സോളിഡ്സ്, സോളിഡിലെ ഇംപെർഫെക്ഷൻസ് 2 ടൈപ്പ് ഡിഫക്ട്സ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ വന്നത് നമ്മൾ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. ദെൻ അതിൽ തന്നെ സെമി കണ്ടക്ടറിലെ N ടൈപ്പും P ടൈപ്പും. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഏകദേശം 6 7 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ. നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഏറ്റവും കൂടുതലല്ല, വളരെ കൂടുതൽ, ഒരു മിനിമം ഒരു 6 മാർക്കിനെങ്കിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ നന്നായി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ നോട്ട്സ്, ഇതിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. നമ്മൾ ഡെൻസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുപോലെ നമ്പർ ഓഫ് ആറ്റംസ്, വോയിഡ്സിൻ്റെ നമ്പറൊക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, നമ്പർ ഓഫ് ആറ്റംസ് എല്ലാം വോയിഡിൻ്റെ എണ്ണം നോക്കിയിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാനുള്ളത്, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.